അല്ല സാറേ, എനിക്കൊരു സംശയം. യെസ്, ചോദിച്ചോളൂ. ഈ ഹോട്ടലിൽ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കിട്ടുമോ? അതൊരു കറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. സെൻസിബിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ പഠിക്കുന്നത്. പറഞ്ഞുതരാം. ജനറലി ഫുഡിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ. അല്ല സാറേ, ഇത് വെജിറ്റേറിയൻ എന്നാണോ വെജിറ്ററേനിയൻ എന്നാണോ പറയുന്നത്? രണ്ട് തരത്തിലും പറയാം, പക്ഷെ കിട്ടുന്നത് ഒരേ സാധനമായിരിക്കും. നിങ്ങൾ ഇങ്ങനെ പണ്ടമണയം വെച്ച പോലെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. അത് ഈ മലേഷ്യയിലെ യാത്രയെ കുറിച്ചൊക്കെ ചോദിക്കൂ. ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളെ. സാർ, ഗുഡ്, വെരി ഗുഡ്. ധൈര്യമായിട്ട് ചോദിക്കൂ. എന്തൊരു സംശയങ്ങൾ ചോദിക്കും. മലേഷ്യയിലെ കാഴ്ചകൾ. ഓക്കെ പറയാം. മലേഷ്യൻ കാഴ്ചകൾ അതല്ലേ ഉദ്ദേശിച്ചത്? ഈ ക്ലാസ് കഴിഞ്ഞാൽ മലേഷ്യയെ കുറിച്ചുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡും ഒരു ഗ്ലോബും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് വായിച്ചും കണ്ട് മനസ്സിലാക്കിയാൽ മതി. സാർ, ലാസ്റ്റ് സംശയം. വെരി 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 ഗുഡ്. സംശയങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ വരട്ടെ. വരുമാനം കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ സാർ? ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ, വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. ടാക്സ് അതായത് നികുതി. കൃത്യമായി നിങ്ങൾ നികുതി കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് മിനിമം ഒരു വർഷം 16 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം കിട്ടും. അപ്പോ ഒന്ന് കൂട്ടിക്കണ്ട. A plus B is equal to 2A, അതായത് 16. അതായത് 16 ലക്ഷത്തിൽ നിന്ന് 3.5 ലക്ഷം രൂപ ടാക്സ് പിടിക്കും. വർഷം 12.5 ലക്ഷം രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. 12 ലക്ഷം? ഞങ്ങൾ ആദ്യമേ തുറന്നു പറയുക, 3.5 ലക്ഷം ടാക്സ് കഴിച്ച് 12.5 ലക്ഷമേ നിങ്ങൾക്ക് തരാൻ സാധിക്കും. സമ്മതമില്ലാത്തവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഞങ്ങൾ ആരെയും നിർബന്ധിക്കില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയായിരുന്നു 16 ലക്ഷവും തരുമെന്ന്. പക്ഷെ അവസാനം 12.5 ലക്ഷം രൂപ കൈ തരുമ്പോൾ അതൊരു ഇഷ്യൂ ആവും. പൈസയുടെ കാര്യമല്ലേ? അതുകൊണ്ട് ആദ്യമേ ഉള്ള കാര്യം തുറന്നു പറയാണ്. വർഷം തോറും 12.5 ലക്ഷം രൂപയെ തരാൻ സാധിക്കുകയുള്ളൂ. അതെ, പൈസ അല്പം കുറഞ്ഞാലും സത്യസന്ധമായ സ്ഥാപനത്തിൽ ജോലി ചെയ്യാന്ന് പറയുന്നതിനൊരു മഹാഭാഗ്യമാണ്. സാറേ, ആ കപ്പലിൽ എന്റെ മുറി ഏത് ഭാഗത്തായിട്ട് വരും? ആ കപ്പലില് ഈ കപ്പലില് നിങ്ങളുടെ മുറി ഈ ഭാഗത്തായിട്ട്. കടലിനോട് എന്തായിരുന്നാലും ഈ സ്കീമിൽ ഇപ്പൊ ചേർന്നു. എനിക്കൊരു 100 ബോട്ടിൽ വേണം. എനിക്കൊരു 50 ബോട്ടിൽ വേണം. ഞാൻ 25 വരെ ചേട്ടാ, ആദ്യം ആളെ ചേർക്കാന്ന് പറഞ്ഞാ എനിക്ക് 100 ബോട്ടിൽ വേണം. അതൊക്കെ ആദ്യം ചോദിച്ചത് ബോട്ടിൽ എന്തായാലും തന്നേ പറ്റും. ശരി സാർ, ആദ്യ ക്ലാസ്സിൽ വന്ന ഞാനാ. ആദ്യത്തെ 100 ബോട്ടിൽ എനിക്ക് തന്നെ തരണം. എല്ലാവർക്കും ഞങ്ങൾ തരാം. നിങ്ങൾ ധാരാളം അംഗങ്ങളെ ചേർത്ത് തന്നാ മതി. എന്റെ സാറന്മാരെ, അണ്ണാറ കണ്ണന് തന്നാലായത് എന്നാണല്ലോ ചൊല്ല്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഒരു ഉൽപ്പന്നം, അതിന് TV കൂടെയും പേപ്പറിൽ കൂടെയും ബോർഡുകളിൽ കൂടെയും ഒക്കെ പരസ്യങ്ങൾ വേണം, സമ്മതിച്ചു. പക്ഷേ ഏറ്റവും ശാശ്വതമായ പരസ്യം എന്താണെന്ന് സാറിനറിയാവോ? ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാതെ കാര്യങ്ങൾ പറയണേ. മൗത്ത് പബ്ലിസിറ്റി. ഒരു സിനിമ കണ്ട ഒരാള് നല്ല സിനിമ നീ ചെന്ന് കാണ് എന്ന് പറയുമ്പോ കിട്ടുന്ന എഫക്റ്റ് പരസ്യം കണ്ടാ കിട്ടൂല. അതിനിപ്പോ ആളുകൾ ഇത് ഉപയോഗിക്കണ്ടേ? അഥവാ ഉപയോഗിച്ചാലും നല്ലത് പറയോ? അല്ല, വേണ്ട. മറ്റുള്ളവർ പറയണ്ട, മറ്റുള്ളവരായിട്ട് നമ്മൾ പറഞ്ഞാ മതി. എന്ന് വെച്ചാ ഇത് മറ്റാരോ പുറത്തിറക്കിയ ഒരു പ്രോഡക്റ്റ്, നമ്മളത് ഉപയോഗിച്ചു, നമുക്കിത് ഇഷ്ടപ്പെട്ടു, നമ്മൾ ഇതിനെ കുറിച്ച് മറ്റുള്ളവർ കേൾക്ക പറയുന്നു, ബുദ്ധിപരമായി പറയുന്നു. അതാണ് മൗത്ത് പബ്ലിസിറ്റി. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക്. എന്നെ മനസ്സിലായില്ലേ? നിങ്ങൾ ആര്? എന്ത് വേണം? നോക്ക്, എന്റെ അടുത്ത് നമ്പർ ഒന്നും ഇടല്ലേ. നിങ്ങൾ ആരാണെന്ന് പറ. ഞാൻ കൃഷ്ണകുമാർ. നോക്ക്, കൃഷ്ണകുമാർ. അയ്യോ, ശരിയാണല്ലോ, കൃഷ്ണകുമാർ. ഇതൊരു അത്ഭുതം തന്നെ, ഭയങ്കരമായ അത്ഭുതം. ആളാകെ മാറിപ്പോയി. ഭയങ്കരമായ ഓജസ്,
പഴയതുപോലൊന്നും അല്ല, ദേഹത്ത് ഭയങ്കരമായ ബുദ്ധിയുടെ ലക്ഷണം. അതെ, ഇത് എന്റെ പഴയ ഒരു സാറാണേ. പെട്ടെന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ കണ്ട് സംസാരിച്ചതാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ എന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി. അയ്യോ, അതെന്തോന്ന് സാറേ? ഞാനൊരു ബുദ്ധിലേഹ്യം ഉപയോഗിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു മാർക്കറ്റിൽ കിട്ടുന്ന കളിപ്പീര് സാധനങ്ങളാണിതെന്ന്. പക്ഷേ 1-2 ദിവസം ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ എന്റെ ശരീരത്തിനാകെപ്പാടൊരു വൈബ്രേഷൻ. എന്നിട്ട് ക്രമേണ അതങ്ങനെ കൂടാൻ തുടങ്ങി. ഭയങ്കര മാറ്റം. മാറ്റമില്ലേ? ഭയങ്കര മാറ്റം. ഞാനങ്ങ് വല്ലാതെ പേടിച്ചു. ക്രമേണ എന്റെ ശരീരത്തിന്റെ ഭാരം അങ്ങ് കുറയുന്നത് പോലെ, ഒരുപാട് ബുദ്ധി എന്റെ തലയിൽ നിറയുന്നത് പോലെ. റേഡിയോ കണ്ടുപിടിച്ചായിരുന്നു. ആര്? നീ എന്നോട് ചോദിക്കും, ഞാൻ നിന്നോട് അല്ലേ ചോദിക്കും. നീ എന്നോട് ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. ശരി, റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ്? മാർക്കോണി. അയ്യോ, എന്റെ പൊന്നമ്മച്ചി, കൃഷ്ണകുമാർ സാർ ആദ്യമായിട്ടാണ് ഒരു ചോദ്യത്തിന് ഒറ്റയ്ക്ക് ഉത്തരം പറയുന്നത്. അതെന്റെ മിടുക്കല്ല. ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധിലേഹ്യം അതിന്റെ ഗുണമാ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് അമേരിക്ക കണ്ടുപിടിച്ചയാൾ കൊളംബസ്. ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ ആൾ അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്. അപ്പോളോ എന്ന റോക്കറ്റിലാണ് അവർ പോയത്. സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. അയ്യോ, ബുദ്ധിമാൻ, മഹാബുദ്ധിമാൻ. അയ്യോ സാറേ, ഇതെങ്ങനെ പഠിച്ചു? ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധിലേഹ്യം. അയ്യോ, ഇതെവിടെ കിട്ടും വാങ്ങാൻ? എനിക്കൊരു 10 ബോട്ടിലെങ്കിലും വേണം. എന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. നീ വാ, എന്റെ കൂടെ വാ. അല്ല സാർ, ഇതിന്റെ പേരെന്തെന്ന് പറഞ്ഞില്ലല്ലോ? ബുദ്ധിരാക്ഷസ കൃതം. ഏത് കമ്പനി സാറേ? പ്രസുമ ഫാർമസി. നീ വാ, വേഗം വാ, സ്റ്റാക്ക് ഇതിന് മുന്നേ വാങ്ങിച്ചേരെ. ഓടി വാ. പേര് കേട്ടാ തന്നെ നല്ല ഐശ്വര്യമുള്ള കമ്പനി, നല്ല ലേഖ്യം. രണ്ടിനും വട്ടാണെന്ന് തോന്നുന്നു. പോട്ടെ. അയ്യോ, പോട്ടെ. നോക്കി പോടാ, ചാവാതെ. ചാവാൻ വേണ്ടി കയറിക്കാതെ മാറില്ലടാ. ഇപ്പൊ ഇടിച്ചേനെ, പൈസ എത്ര ആവുമായിരുന്നു. അങ്ങനെ പോട്ടെ. മാറില്ല, മാറടിച്ച് കേട്ടില്ലേ? മാറിയില്ല, വണ്ടി അടിച്ച് ചാവൂലേ? കോടീശ്വരൻ, ഞാൻ കോടീശ്വരൻ. എന്താടാ? ഞാൻ കോടീശ്വരനല്ലേ? കാർ എവിടെ? എന്നാലും എന്റെ ചേച്ചി ഇങ്ങനെ കണ്ണിച്ചൊരല്ലാതെ പ്രവർത്തിക്കരുതായിരുന്നു. എന്താടാ കാര്യം? ഞാൻ എന്റെ പുതിയ ബെൻസ് കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ സ്മൂത്തായിട്ട് പോവുകയായിരുന്നു. കാറോ? അതും ബെൻസ്? നിനക്ക് എവിടെ എവിടെ? ഓ, അതൊക്കെ അങ്ങ് പോയി. എന്റെ ചേച്ചി, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ട് രസിച്ച് മതിച്ചതാ ഇങ്ങനെ കിടക്കുകയായിരുന്നു. നീ എന്താടാ ഈ പറയുന്നേ? എന്റെ ചേച്ചി ബുദ്ധിരാക്ഷസ കൃതം വിട്ട് നമ്മുടെ സമയം അങ്ങ് തെളിഞ്ഞു. അപ്പോ ഞാൻ സ്വന്തമായിട്ടൊരു ലേഖ കമ്പനി തുടങ്ങുന്നു. ആ കമ്പനി ക്ലിക്കാവുന്നു, ഞാൻ MD ആവുന്നു, ബെൻസ് കയറി പോകുന്നു. എങ്ങനെയുണ്ട്? അത് ശരി, ഞങ്ങളുടെ കൂടെ നിന്നിട്ട് നീ സ്വന്തമായിട്ട് ലേഹ കമ്പനി തുടങ്ങുവല്ലടാ. നിനക്കവിടെ കണിച്ചോര ഇല്ലാണ്ടായി പോയത്. അയ്യോ ചേച്ചി, ഇത് സ്വപ്നമായിരുന്നു, വെറും സ്വപ്നം. ആഹാ, സ്വപ്നത്തിൽ ഇതൊക്കെ കാണാൻ മടിക്കാത്തവൻ യഥാർത്ഥത്തിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? നോക്കിക്കോ, ഇന്ന് തന്നെ പ്രകാശനെ ഞാൻ ഇത് അറിയിക്കുന്നുണ്ട്. അയ്യോ ചേച്ചി, ഇത് സ്വപ്നമാണ്, വെറുതെ ചുമ്മാ. എനിക്കൊന്നും കേൾക്കണ്ട, നന്ദി ഇല്ലാത്തവനാ നീ. അയ്യോ, ഇതെന്തൊരു പാട് ചേച്ചി, ഇത് ചുമ്മാ. ആരോട് പറയേ, മനുഷ്യന് സ്വസ്ഥമായിട്ടൊരു സ്വപ്നം കാണാൻ പോലും പറ്റൂലേ? എന്തായാലും ബെൻസിൽ പകുതി ഓടിച്ച്, ഇനി ബാക്കിയുടെ ഓടിക്കാം. സാറേ, ഇങ്ങോട്ടിരുന്നാട്ടെ. എന്തായാലും ബുദ്ധിരാക്ഷസ കൃതത്തെ കുറിച്ച് നല്ല അഭിപ്രായം വന്നിട്ടുണ്ട്. ആ വിശാല ചേച്ചി 2 ബോട്ടിൽ കഴിച്ചപ്പോ തന്നെ മറവി കംപ്ലീറ്റ് മാറിയെന്നാണ് എന്നോട് പറഞ്ഞത്. 3 വർഷം മുമ്പ് കോളനിയിലെ ആനിവേഴ്സറിക്ക് സുമച്ചേച്ചി ഉടുത്തിരുന്ന സാരിയുടെ കളറും മാലയുടെ ഡിസൈനും ഒക്കെ അവർ കറക്റ്റ് ആയിട്ട് ഓർത്ത് പറഞ്ഞു. പറയും. അങ്ങനത്തെ ഒരു പ്രത്യേക ഔഷധമല്ലേ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് കഴിച്ചാല് ചെറിയ ചില ദോഷങ്ങളും ഉണ്ട്. അതെന്താ? റൂറൽ SB വിക്രമപിള്ളയ്ക്ക് 1 ബോട്ടിൽ ഞാൻ ചുമ്മാ കൊടുത്തു. മറവി മാറ്റി ബുദ്ധിയെ ഷാർപ്പാക്കാനുള്ള മരുന്നാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനൊരു താല്പര്യം. 1 ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ വിക്രമ സാറ് പണ്ട് ഞാൻ കടം വാങ്ങിച്ച 500 രൂപ തിരികെ ചോദിച്ചു. അങ്ങയുടെ അൽഷിമേഴ്സ് എവിടെ പോയെന്ന് എനിക്കറിയില്ല.
അല്ല, ഇതിന് വല്ല ശക്തിയും നമ്മൾ അറിയാതെ ഉണ്ടായിപ്പോയോ എന്നാ എന്റെ സംശയം. ഓ, എന്തായാലും 10,000 രൂപയുടെ കച്ചവടമല്ലേ നടന്നത്. ഇനി ഏതായാലും ലേഖ്യത്തിന്റെ അളവൊന്ന് കുറച്ചിട്ട് ചാണകത്തിന്റെ അളവൊന്ന് കൂട്ടണം. ഇനിയിപ്പോ അടുത്ത് തന്നെ PSC ടെസ്റ്റ് നടക്കാൻ പോവുകയാണ്. പ്രിപ്പറേഷൻ ക്ലാസ്സിന് പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പരീക്ഷയ്ക്ക് മുമ്പ് ഇതിൽ നിന്ന് 2 ബോട്ടിൽ കഴിച്ചാൽ ഉന്നത വിജയം നേടിത്തരുമെന്ന് പത്രത്തിലൊരു പരസ്യം കൊടുക്കണം. ആ. അത് വേണം. 10,000 അല്ല, 10 ലക്ഷം രൂപയുടെ ബിസിനസ് നമുക്ക് കിട്ടും. ഓ, ഉം. അതൊക്കെ പോട്ടെ. ഇതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്നും തീരുമാനിക്കണം. എനിക്കെത്ര, ഇവനെത്ര, സുന്ദരേശൻ എത്ര? ആഹാ, അത് ശരി. അപ്പൊ നിങ്ങൾക്ക് മാത്രം മതിയാ, എനിക്കൊന്നും വേണ്ടേ? സാറിന് സ്വന്തമായിട്ടൊരു പണിയൊക്കെ ഉള്ളതല്ലേ? അതിന് ഇത് ഞാൻ സൈഡായിട്ട് തുടങ്ങിയൊരു ബിസിനസ് അല്ലേ? വല്ലതും നക്കാപ്പിച്ചാണെങ്കിൽ നിങ്ങൾക്ക് തരാം. ഓ, അത് ശരി. ഇപ്പൊ അങ്ങനെ ഞാനൊരു കറക്റ്റ് രീതി പറയാം. കറക്റ്റ് ആയിരിക്കണം. 70% ലാഭം സാറിന്, 20% ലാഭം എനിക്ക്. ബാക്കി വരുന്ന മുഴുവനും അശോക സാറ് സീക്ക സാർ കൂടെ എടുത്തോ. അല്ല, ആ രീതി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? പ്രത്യേകിച്ച് മണിയന്. അല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ ഒരു കുപ്പി ബുദ്ധിരാക്ഷസ കൃതം കഴിച്ചോളാം. അയ്യേ, ഞാൻ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടത് ചുമ്മാ ഒന്ന് പരീക്ഷ നോക്കിയല്ലേ? പേടിച്ചോ? ഇല്ല സാറേ. ഒരു പരീക്ഷണം. ഇത് ചതി, വഞ്ചന, കൊള്ള, പിടിച്ചു പറയും. നിങ്ങളെല്ലാം കൊണ്ട് ഞാൻ എണ്ണിക്കും. എന്നാ അപ്പൊ നീ പറ, ഞങ്ങളെണ്ണ. ചതി 1, വഞ്ചന 2, കൊള്ള 3, പിടിച്ചു പറയും 4. ബാക്കി കൂടെ പറയട്ടെ, പറ. കളിയാക്കല്ല സാറേ, കളിയാക്കല്ലേ. താണ്ട ഇത് അല്പം കൂടിപ്പോയി കേട്ടാ, കൂടിപ്പോയി. ഓരോ ബോട്ടിലും 10 മില്ലിയിലും ഉണ്ടായിരുന്നല്ലോ. എന്തോന്ന്? 1 മില്ലി പോലും കൂടുതൽ ഉണ്ടായിരുന്നില്ല. ഓ, രണ്ടും കൂടി 20 ഗ്രാം. അതല്ലെന്ന്. ഏതല്ല? ദാണ്ട ഇത് വെറും പറ്റിപ്പാണ്. ബുദ്ധി കൂർമ്മതയ്ക്ക് മറവിക്ക് ഘൃതം. ഇത് വെറും ചവനപ്രാശം അല്ലേ സാറേ? ചവനപ്രാശം അല്ലേ? ചവനാപ്രാവശ്യം ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഞാൻ കഴിച്ചു നോക്കി. തന്നല്ലോ, നീ കഴിച്ചു നോക്കിയല്ലോ. കഴിച്ചു നോക്കിയപ്പോ നിനക്ക് ഇത് വെറും ചവനാപ്രാവശ്യമാണെന്ന് മനസ്സിലായി. മനസ്സിലായല്ലോ തന്നെ മനസ്സിലായി. അപ്പോ നിനക്ക് ബുദ്ധി കൂടി കഴിഞ്ഞു. ബാലപ്പ, പലർക്കും പല രീതിയിലാണ് ബുദ്ധി വികാസം നടക്കുന്നത്. ഇത് കഴിക്കുന്നതിന് മുമ്പ് ബാലപ്പന് തോന്നിയോ ഇത് വെറും ചവനപ്രാവശ്യമാണെന്ന്? ഇല്ലല്ലോ. കഴിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ തോന്നിയത്. അതെ. അപ്പോ നിങ്ങളിപ്പോ ബുദ്ധിമാനായ ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞു. അയ്യോ, അല്ലേ? നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള സവിശേഷ ബുദ്ധി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മുഴുവൻ ചവനപ്രാവശ്യം മാത്രമാണ്. പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും ചേർക്കണമല്ലോ എന്ന് കരുതി കുറച്ച് ഗോമൂത്രം, കുറച്ച് ചാണകപ്പൊടി ചേർക്കും. അയ്യേ, അത് ശരി. അപ്പൊ നിങ്ങക്ക് ചാണകച്ചവടായിരുന്നല്ലേ ബിസിനസ്? ഒരു കാര്യം ഞാൻ പറയാം. മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതെ കസ്റ്റമേഴ്സ് കൂടുതൽ ജാഗ്രത പാലിക്കും വരെ ഇവരെ പോലുള്ള തട്ടിപ്പ് വീരന്മാർ ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചോ. മായ, നീ കരയാതെ കാര്യം പറ. അവർ വരുന്നു. എവറ്? ക്ലബിലെ മെമ്പേഴ്സ്. മിസസ് ഫിലിപ്പ്, രേണുക മേനോൻ, മിസസ് ഖാദർ, അങ്ങനെ എല്ലാവരും. അവര് വരട്ടെ, അതിനെന്താ? നാണം കെടും അശോകേട്ടാ, നാണം കെടും. നാണം കെടുന്നു? നീ കാര്യം പറ. ഓരോ ആഴ്ചയിലും ഓരോ മെമ്പേഴ്സിന്റെ വീട്ടിലെ മീറ്റിംഗ് അറിയാലോ? അറിയാം. അടുത്ത ആഴ്ച ഇവിടെയാ. ഓ, എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും കൊടുക്കണം, അതിന്റെ വിഷമാണല്ലേ? നല്ലത്. യഥാർത്ഥ വീട്ടമ്മമാര് ഇങ്ങനെ ചെലവ് കൂടുമ്പോ മനപ്രയാസവും കൂടും. അതല്ല അശോകേട്ടാ. പിന്നെന്താ കാര്യം പറ. നമ്മുടെ വീടിന് ഗ്ലാമർ ഇല്ല അശോകേട്ടാ, ഗ്ലാമർ ഇല്ല. എന്തില്ല? ഗ്ലാമർ ഇല്ലാന്ന്. ഈ വീടിന് ഗ്ലാമർ ഇല്ലേ? നല്ല മുറികള്, നല്ല തറ, നല്ല മുറ്റം, നല്ല ടെറസ്, നല്ല പടിക്കെട്ട്. എന്താ ഒരു കുറവ്? ഇതൊന്നും പോരേട്ടാ. കഴിഞ്ഞ ആഴ്ച മിസ്സസ് അണ്ണിക്കുട്ടിയുടെ വീട്ടിലായിരുന്നു മീറ്റിംഗ്. ഒന്ന് കാണണമായിരുന്നു. വലിയ പ്രതാപത്തിലെ കഴിഞ്ഞ കാരണവന്മാരുടെ പെയിന്റിങ്ങുകള്. ഓരോ കാരണവരെ കുറിച്ചും 2 മണിക്കൂർ അവർ വിശദീകരിച്ചേ. നമുക്ക് പറയാൻ ഒരൊറ്റ കാരണവരുണ്ടോ?
ഒരു വല്യപ്പൂപ്പൻ, ഒരു നേരമാവൻ. ഏഹെ, എനിക്കുമില്ല കേട്ടോ ഓരോ മോഹങ്ങള്. അവര് വന്ന് കേറുമ്പോ പഴയ ചീനഭരണി, പഴയ ഓട്ടുപാത്രം, ഗുരുകാരണവന്മാരുടെ പെയിന്റിങ്ങുകള്. അല്ല അവർക്ക് എന്താ ആക്രി കച്ചവടം ഉണ്ടോ? അതല്ല, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ സെറ്റപ്പ് ഉണ്ടല്ലോ അതങ്ങ് ഉയരും. പക്ഷേ നമ്മുടെ കുടുംബത്തിലാകെ പറയാനുള്ളത് എന്റെ അച്ഛൻ അനന്ത മുതലാളി മാത്രം. ബെസ്റ്റ് മച്ചം. പുള്ളിക്കാരനെ ഇൻകം ടാക്സ് അന്വേഷിച്ചോണ്ടിരിക്കുക. എന്റെ മായ ഇങ്ങോട്ട് നോക്ക്. വേണ്ട വേണ്ട വേണ്ട, എനിക്കറിയാം ആ ചോട്ടൻ എന്താ പറയാൻ പോണെന്ന്. ന്യായീകരണങ്ങളല്ലേ ഒന്നും ദേ എനിക്ക് കേക്കണ്ട. ദേ ഈ വീട് എനിക്ക് പ്രൗഢിയാക്കണം. എന്താക്കണം? പ്രൗഢിയാക്കണം, നല്ല മോടിയില്. ആ സുമയുണ്ടാവും, അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. എന്നാലും എന്റെ കുടുംബത്തിൽ മാത്രം പാരമ്പര്യം ഇല്ലാണ്ടായി പോലും എന്റെ ഭഗവാനെ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ദേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം, മനസ്സിലായല്ലോ? ചേടാ ഞാൻ എവിടെ പോവും ഈ സാധനത്തിന്? കേട്ടാ ഡ്രൈവർ? എന്ത്? അല്ല ചേട്ടാ, ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോ അങ്ങനെ ഒരു സ്റ്റൈലാ. കാലം മുന്നോട്ട് പോകുന്നു, പക്ഷെ ചില കാര്യങ്ങളെങ്കിലും പിന്നോട്ട് കാണാനാണ് പലർക്കും ഇഷ്ടം. അത് മനസ്സിലായില്ലേ? ആ ഇപ്പൊ പഴയ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാ. തന്നെ തന്നെ. പഴയ ഗ്രാമഫോൺ, തുപ്പൽ കോളാമ്പി, ആ. അടിച്ചളിക്കാരി ജാന, ചാരുകസേര. ആ ഈ മായ ചേച്ചിയുടെ ഡിമാൻഡ് വളരെ ചെറിയൊരു ഡിമാൻഡാണ്. കൂട്ടുകാരുടെ മുമ്പിൽ പാരമ്പര്യം പറയാനൊരു അവസരം ഉണ്ടാവുക, മറ്റുള്ളവർ തലതാഴ്ത്തി പോകുന്ന രീതിയിൽ കാരണവന്മാരെ കുറിച്ച് പറയുക, വല്യപ്പന് ഉപയോഗിച്ചിരുന്ന വെറ്റിലെല്ലാം 10 പേരെ കാണിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിനിപ്പോ എന്റെ മായയുടെ കുടുംബത്തിന് അങ്ങനെ ഒരു പാരമ്പര്യം പറയാനില്ലല്ലോ. സാർ അങ്ങനെ പറയരുത്. നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം നമ്മൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും. ആ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കും സാറേ. പിന്നല്ലാതെ. സാറിന്റെ വീട്ടിലില്ലാത്ത പാരമ്പര്യം നമ്മൾ എന്ത് വില കൊടുത്തും വാങ്ങിക്കും. ആ അതിനകത്ത് തുപ്പിയാ. പാരമ്പര്യം ഇരിക്കട്ടെ. ഓ, അത് ശരി. അല്ല താഴെ പോയി. അശോക് സാറേ, നാട്ടെ പാരമ്പര്യമൊക്കെ എത്തിയിട്ടുണ്ട്. പാരമ്പര്യം സൂക്ഷിച്ചു പോയി. ഇങ്ങോട്ട് നീക്കി ഇതൊക്കെ. ആ ആ ഞാൻ പറഞ്ഞ എല്ലാ പാരമ്പര്യങ്ങളും ഉണ്ടല്ലോ അല്ലേ? കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട്. ചപ്രമഞ്ച കട്ടില്, 3-4 വാള്. അത് വേറെ ആരുണ്ടോ പാരമ്പര്യം കാണിക്കാൻ എടുത്തോണ്ട് പോയിരിക്കുക. ചിലപ്പം വൈകിട്ട് വരും. വന്ന ഉടനെ ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ദേ നീ മിസ്സിസ് സണ്ണിക്കുട്ടിയുടെ വീട്ടിൽ കണ്ട തരത്തിലുള്ള എല്ലാ പാരമ്പര്യങ്ങളും ഉണ്ടല്ലോ അല്ലേ? അത് കൂടുതലുണ്ട്. ആ അതാണ് ഞാൻ. ഇതൊക്കെ ജോലിക്കാരാ, പാരമ്പര്യമല്ല. കാശ് ഇത്തിരി കൂടുതലായിട്ടുണ്ട് കേട്ടോ സാറേ. കാശ് ആര് കണ്ട് പാലപ്പാ? അഭിമാനം, പ്രസ്റ്റീജ്, പൊങ്ങച്ചം, ഇതിനൊക്കെ വേണ്ടിയല്ലേ മനുഷ്യൻ ജീവിക്കണേ. ആ അങ്ങനെ പറഞ്ഞുകൂടെ? ദേ എല്ലായിടത്തും ഒന്ന് അറേഞ്ച് ചെയ്യ്, പെട്ടെന്ന് വേണം. സാറേ, അപ്പൊ കാശ് പാരമ്പര്യം ചുമക്കുന്നതിന് ഒരു പാരമ്പര്യം വേണ്ടോടാ. കാശ് ചോദിച്ചു വെറുതെ പാരമ്പര്യം കളയല്ലേ. പോക്കോ ഇപ്പം വേഗം പോ. ഇതിന്റെ കാശ് എങ്ങനെ മേടിക്കുമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇന്നേരാണ് ചുമന്നതിന്റെ കാശ്. വാ, വാ, വാ. അതെ, ആ സുമ ചേച്ചി ഇവിടെ ആയിരിക്കും ഇരിക്കുന്നേ. എന്റെ മടിയിലോ? പോടുന്നു ഇരുന്നാല് പരപരാന്ന് എല്ലായിടത്തും നോക്കും. ആ സൈഡിലായിരിക്കും ആദ്യം. ഇതെവിടെ വെക്കണം? ആ കോളാമ്പി അവിടെ വെച്ചാ മതി. കോളാമ്പി? ഏത് കോളാമ്പി? ഇത് ആ, അതാണ്. അവിടെ വെച്ച തുപ്പാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോ എവിടെ എന്താ? സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര പാപ്പന്റെ ചമ്മല് തോന്നുന്നു. ഈ പാരമ്പര്യമൊക്കെ സ്വയം ഉണ്ടാകേണ്ടതാണ്, അല്ലാതെ കൃത്രിമമായിട്ട് ഇങ്ങനെ. ദേ സാറേ, നമ്മൾ എന്ത് സാറ്? ആ സാറേ, നമ്മൾ ഏത് കാര്യം ചെയ്താലും ഉള്ളിൽ ഒരു ആത്മവിശ്വാസം വേണം. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നൊരു ബോധം വേണം. അത് മതി. ആ അത് ശരിയാ. അവര് വരുമ്പോ ചേച്ചി ഊന്നുടി കാണിച്ചിട്ട് പറയണം, എന്റെ വല്യപ്പൂപ്പന് മഹാരാജാവ് ദാനം ചെയ്തണം. ഓക്കെ. അപ്പൊ സാർ അതിന് സപ്പോർട്ട് ചെയ്യും. ആ അതെപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് ചോദിച്ചാ പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ എങ്ങനെ പറയും? എങ്ങനെ പറയണ്ടേ? ഒന്ന് ഞങ്ങളുടെ പറ. എന്റെ വല്യപ്പൂപ്പന് അതെ, മഹാരാജാവ് തന്ന സുമ ചേച്ചി, വടിയാണ് ആ, ഇത്. നിർത്ത്. സുമ ചേച്ചി, ആ. ഇതെന്റെ വല്യപ്പച്ച മഹാരാജാവ്. ഓ, അല്ല, നിങ്ങളുടെ അല്ല, വല്യപ്പച്ച വല്യപ്പൂപ്പൻ മഹാരാജാവ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഏയ് തെറ്റിക്കരുത്. ആ തെറ്റിക്കല്ലേ. ഇതെന്റെ വല്യപ്പച്ചന് മഹാരാജാവ് ദാനം കൊടുത്ത ഊന്നുവടിയാ. ആ, അപ്പൊ സാറ് സപ്പോർട്ട് ചെയ്യണം. ആ അതെ അതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യും. അതുപോലെ അത്രേ ഉള്ളൂ. എന്നെ സമ്മതിക്കണം. ദാണ്ട് അപ്പൊ ഇതെവിടെ തൂക്കും? ആ അതെ.
ഇതെവിടെ തൂക്കും നമ്മള്? ഇത് ആരുടെ ഫോട്ടോ? ആരെയാ ചവർട്ടിടെ കിടന്നയാ? ആരുടെങ്കിലും ആവട്ടെ സാറേ, ആ. ചേച്ചിയുടെ കൂട്ടുകാരികൾ വരുമ്പോ ഈ ഫോട്ടോ ചേച്ചിയുടെ ബന്ധുവാണെന്ന് സ്ഥാപിക്കണം. കേട്ടാ. അത് വിശ്വസിക്കൂ. അതൊക്കെ വിശ്വസിക്കും. വല്യപ്പച്ചനും കൊച്ചുമോളും ഇത് കണ്ടോ? ഓക്കെ അല്ലേ? ചർച്ചയുണ്ട്. അതിന് മീശേണ്ടതിന് മീശയില്ലാന്നുള്ളൂ. ദേ, ആ അത് തന്നെ. ചേച്ചിയുടെ വല്യമ്മാവന്റെ അപ്പുപ്പൻ ദിവാൻ പേഷ്കാർ പത്മനാഭക്കുറുപ്പ് കണ്ട. ആ പത്മനാഭക്കുറുപ്പ് മഹാരാജാവിന്റെ കയ്യിൽ നിന്നും കിട്ടിയ പട്ടുമ്പളയും വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാതെ മുറ്റത്ത് കുഴിച്ചിട്ട മഹാധനിക കുബേരൻ. ആ എനിക്കെന്നാലും എന്തോ മാതിരി. ശ്ശേ. സാറേ, ഇതിലിപ്പം നാണിക്കാനൊന്നുമില്ല. കുടുംബ മഹാത്മ്യത്തില് ഇത്തിരി പൊങ്ങച്ചം കേറ്റതായിട്ട് ആരുമില്ല. ആ ആ. ഇത് കണ്ട, ചേച്ചിയുടെ വലിയപ്പം വലിവോന്നൊപ്പം വലിച്ചുകൊണ്ടിരുന്ന സാധനമായത്. ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ പണ്ട് സ്വർണ്ണം പൂശിയിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ അപ്പൂപ്പന്റെ തറവാട് ആക്രമിച്ചപ്പോ സ്വർണ്ണമൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി. എപ്പോ? അറിഞ്ഞില്ലേ? ഇന്നലെ രാവിലെ ഓ. ഒരു 9:30 കാണും. എന്റെ ചേച്ചി ഇതൊരു നമ്പറാണ്. ഏത് നമ്പർ? 77. സാറേ, എനിക്കെന്താ ഇടി. മനസ്സിലായി എല്ലാം മനസ്സിലായി. ഓ അശോകേട്ടാ, ഇതെല്ലാം കൂടി കണ്ടപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് ഇത്രയും പാരമ്പര്യം ഉണ്ടായിരുന്നല്ലേ എന്നൊരു തോന്നൽ. ചിലച്ചല്ല, ഞാൻ ചിരിച്ചതാ. കഷ്ടം. എല്ലാ കടുത്ത് പെട്ടെന്ന് കറങ്ങി ആയിക്കോട്ടെ. പെട്ടെന്ന് ആട്. എവിടെ വെക്കും? വെറ്റല ചെല്ലത്തി